ഒമാൻ തീരത്ത് നിന്ന് വളരെ നിർണായകമായ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒമാൻ തീരത്ത് ഇന്ത്യൻ പായ്ക്കപ്പൽ മുങ്ങി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ നാവികസേനയും ഒരു ചരക്ക് കപ്പലും ചേർന്ന്. കടലിൽ മിനിറ്റുകൾക്കകം നടക്കാനിരുന്ന വലിയൊരു ദുരന്തമാണ് കൃത്യമായ ഇടപെടലിലൂടെ ഒഴിവായത്. ഞായറാഴ്ച രാവിലെ ഒമാനിലെ റാസ് അൽ ഹദ്ദിൽ നിന്ന് ഏകദേശം 80 നോട്ടിക്കൽ മൈൽ കിഴക്ക് വെച്ചാണ് ഇന്ത്യൻ പതാക വഹിച്ച വിരാട് 1 എന്ന മെക്കനൈഡ് പായ്ക്കപ്പൽ അപകടത്തിൽപ്പെടുന്നത്. കപ്പൽ മുങ്ങുകയാണെന്ന വിവരം ലഭിച്ചയുടൻ തന്നെ അമേരിക്കൻ നാവികസേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെയും മറ്റ് തീരദേശ അധികൃതരെയും വിവരം അറിയിച്ചു. തുടർന്ന് ഒട്ടും സമയം കളയാതെ അമേരിക്കൻ നാവികസേനയുടെ P-8 മാരിടൈം പാട്രോൾ വിമാനം സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. മുങ്ങിക്കൊണ്ടിരുന്ന കപ്പലിന് സമീപത്തേക്ക് വിമാനത്തിൽ നിന്നും ലൈഫ് റാഫ്റ്റുകൾ അഥവാ ജീവൻ രക്ഷാ ബോട്ടുകൾ താഴേക്ക് ഇട്ടുകൊടുത്തു. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യക്കാരും പെട്ടെന്ന് തന്നെ ഈ ലൈഫ് റാഫ്റ്റുകളിലേക്ക് മാറി കയറിയത് കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇതേ സമയം ആകാശത്ത് നിന്ന് രക്ഷാപ്രവർത്തനം നിരീക്ഷിച്ച അമേരിക്കൻ വിമാനം ആ റൂട്ടിൽ വരികയായിരുന്നു. MV ജംബൽ അലി 9 എന്ന ചരക്കു കപ്പലിന് അടിയന്തരമായ സന്ദേശം നൽകി. ഒമാനിലെ സാഹോറിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന ഈ ചരക്കു കപ്പൽ ഉടൻ തന്നെ ദിശ മാറ്റി അപകട സ്ഥലത്തേക്ക് എത്തുകയും ലൈഫ് റാഫ്റ്റുകളിൽ ഉണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരെയും സുരക്ഷിതമായി സ്വന്തം കപ്പലിലേക്ക് കയറ്റുകയുമായിരുന്നു. നിലവിൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ കപ്പൽ അപകടത്തിൽപ്പെടാനുള്ള കാരണം വ്യക്തമായിട്ടില്ല. പശ്ചിമേഷ്യൻ മേഖലകളിൽ ഇന്ത്യൻ നാവികരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ സംഭവം. മുൻപ് ഒമാൻ തീരത്ത് ഒരു ടാങ്കറിന് നേരെ ഉണ്ടായ അമേരിക്കൻ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടത് വലിയ നയതന്ത്ര പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ഇന്ത്യ അന്ന് അമേരിക്കയെ കടുത്ത ആശങ്ക അറിയിച്ചിരുന്നു. എന്നാൽ ഈ അപകടത്തിൽ അമേരിക്കൻ സേനയുടെ കൃത്യമായ ഇടപെടൽ 14 ഇന്ത്യൻ ജീവനുകളാണ് രക്ഷിച്ചിരിക്കുന്നത്.